കെമിക്കൽ ബോണ്ടിങ് ക്ലാസ് 13. അപ്പോൾ ലാസ്റ്റ് ക്ലാസ്സാണ് കെമിക്കൽ ബോണ്ടിങ്ങിലെ. അപ്പോൾ ഈ ക്ലാസ്സിൽ നമുക്ക് ഇലക്ട്രോൺ നെഗറ്റിവിറ്റി സ്കെയിൽസാണ് നോക്കാനുള്ളത്. ഓക്കെ, ഇലക്ട്രോൺ നെഗറ്റിവിറ്റി സ്കെയിലിൽ പോളിംഗ് സ്കെയിലുണ്ട്, പിന്നെ മുള്ളിക്കൻസ് അപ്രോച്ച് ഓഫ് ഇലക്ട്രോൺ നെഗറ്റിവിറ്റി. ഇപ്പോൾ രണ്ട് പേരുടെ അപ്രോച്ചസ് ആണ് പറയുന്നത് ഇലക്ട്രോൺ നെഗറ്റിവിറ്റി സ്കെയിൽസിൽ. അപ്പോൾ ഇലക്ട്രോൺ നെഗറ്റിവിറ്റി വാല്യൂസ് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് കുറച്ച് ഡിഫിക്കൽട്ടാണ്. സോ അതുകൊണ്ട് അതിനെ കുറച്ചും കൂടെ എളുപ്പമാക്കാനായിട്ട് രണ്ട് മെത്തേഡ്സാണുള്ളത്: പോളിംഗ് സ്കെയിൽ ഓഫ് ഇലക്ട്രോൺ നെഗറ്റിവിറ്റി, പിന്നെ മുള്ളിക്കൻസ് അപ്രോച്ച്. ഓക്കെ, അപ്പോൾ പോളിംഗ് സ്കെയിൽ ഓഫ് ഇലക്ട്രോൺ നെഗറ്റിവിറ്റി എന്താണെന്ന് നോക്കാം. അപ്പോൾ പോളിംഗ് സ്കെയിൽ ഓഫ് ഇലക്ട്രോൺ നെഗറ്റിവിറ്റിയിൽ പോളിംഗ് പറയുന്നത് ഒരു ഇക്വേഷൻ ഓഫ് ടൈപ്പ് A2 + B2, A2ഉം B2ഉം കൂടെ ചേർന്നിട്ട് 2AB ഉണ്ടായെന്നിരിക്കട്ടെ. സപ്പോസ് അതിന് വേറൊരു എക്സാമ്പിളാണ് H2 + Cl2 gives 2HCl. അപ്പോൾ അങ്ങനെയുള്ള കേസിൽ അദ്ദേഹം പറയുന്നത് ദ ബോണ്ട് ഫോംഡ് ബിറ്റ്വീൻ A ആൻഡ് B, എയും ബിയും ചേർന്നിട്ട് ഒരു ബോണ്ട് ഫോം ചെയ്യുന്നു. അതെന്ന് പറയുന്നത് മസ്റ്റ് ബി സ്ട്രോങ്ങർ ദാൻ ദ ആവറേജ് ഓഫ് ദ സിംഗിൾ ബോണ്ട് എനർജീസ് A ആൻഡ് B. ഓക്കെ, അപ്പോൾ എന്താ പറയുന്നത്? ദ ബോണ്ട് ഫോംഡ് ബിറ്റ്വീൻ A ആൻഡ് B. അപ്പോൾ എയും ബിയും കൂടെ ചേർന്നുണ്ടാക്കിയ ബോണ്ടാണല്ലോ AB എന്ന് പറയുന്നത്. AB എന്ന ബോണ്ട് എന്ന് പറയുന്നത് മസ്റ്റ് ബി സ്ട്രോങ്ങർ. എന്തിനേലും സ്ട്രോങ്ങർ ആയിരിക്കും? എയും എയും തമ്മിലുള്ള ബോണ്ടിനേലും ബിയും തമ്മിലുള്ള ബോണ്ടിനേലും സ്ട്രോങ് ആയിരിക്കും എയും ബിയും തമ്മിലുള്ള ബോണ്ട്. അതാണ് പോളിംഗ് പറയുന്നത്. ഓക്കെ, അതിനുശേഷം അദ്ദേഹം ബോണ്ട് എനർജി കാൽക്കുലേഷനെ കുറിച്ച് പറയുന്നുണ്ട്. അപ്പോൾ ബോണ്ട് എനർജി കാൽക്കുലേഷൻ ഒരു ഇക്വേഷൻ അദ്ദേഹം പറയുന്നത് ബോണ്ട് എനർജി ഇസ് ഈക്വൽ ടു ആക്ച്വൽ ബോണ്ട് എനർജി മൈനസ് എനർജി ഫോർ 100% കോവാലന്റ് ബോണ്ട്. അപ്പോൾ ഇതാണ് അദ്ദേഹം പറഞ്ഞ ഇക്വേഷൻ. അപ്പോൾ ബോണ്ട് എനർജി അദ്ദേഹം ഡെൽറ്റ എന്നൊരു ലെറ്റർ വെച്ചിട്ടാണ് ഡിനോട്ട് ചെയ്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ പറയുന്നത് ബോണ്ട് എനർജി എന്ന് പറയുന്നത് ആക്ച്വൽ ബോണ്ട് എനർജി മൈനസ് എനർജി ഫോർ 100% കോവാലന്റ് ബോണ്ടാണ്. ഇനി ഈ എനർജി ഫോർ 100% കോവാലന്റ് ബോണ്ടിനെ വേറൊരു ഇക്വേഷൻ വെച്ചിട്ട് ഇക്വേറ്റ് ചെയ്തിരിക്കുന്നു. ഇറ്റ് ഈസ് ഹാഫ് ഓഫ് EAA + EBB. EAA എന്ന് പറഞ്ഞാൽ എന്താണ്? എനർജീസ് ഓഫ് ബോണ്ട് എനർജീസ് ഇൻ AA ആൻഡ് ബോണ്ട് എനർജീസ് ഇൻ BB മോളിക്യൂൾസ്. അതാണ് EAAയും EBB എന്ന് പറഞ്ഞാൽ. ഓക്കെ, അപ്പോൾ അതിനുശേഷം ഈ എനർജീസ് ഓഫ് 100% കോവാലന്റ് ബോണ്ടിൻ്റെ സ്ഥാനത്തേക്ക് ഈ ഒരു ഇക്വേഷനെ നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ബോണ്ട് എനർജി ഈസ് ഈക്വൽ ടു ആക്ച്വൽ ബോണ്ട് എനർജി മൈനസ്, അപ്പോൾ ഇതിന് പകരം ഇത് കൊടുക്കുക, ഈ ഹാഫ് ഓഫ് EAA + EBB എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ അതിന് ആക്ച്വൽ ബോണ്ട് എനർജി എന്ന് പറഞ്ഞാൽ എന്താണ്? ആക്ച്വൽ ബോണ്ട് എനർജിയെ നമുക്ക് ഇങ്ങനെ ഇക്വേറ്റ് ചെയ്യാം. BB ആണ്, AB ആണ് കേട്ടോ, ഇത് AB ആണ്. അല്ല, ആക്ച്വൽ ബോണ്ട് എയും ബിയും തമ്മിലല്ല, അതിനാണ് EAB. അവിടെ EAA എന്ന് കൊടുത്തിരുന്നത് മിസ്റ്റേക്കാണ്. അപ്പോൾ EAB ആണ്. അപ്പോൾ ആക്ച്വൽ ബോണ്ട് എനർജി അല്ലെങ്കിൽ ബോണ്ട് എനർജി എന്ന് പറഞ്ഞാൽ ഇസ് ഈക്വൽ ടു EAB മൈനസ് ഹാഫ് ഓഫ് EAA + EBB ആണ്. ഇക്വേഷൻ എഴുതി നോക്കുക, എഴുതുമ്പോൾ എളുപ്പത്തിൽ കിട്ടിക്കോളും. ജസ്റ്റ് വായിച്ച് കേട്ട് പോവാതെ എഴുതി തന്നെ നോക്കും ഒപ്പം. ഓക്കെ, അപ്പോൾ കറക്ഷൻ ഒന്ന് വരുത്തിയേക്കണേ. അപ്പോൾ ബോണ്ട് എനർജി എന്ന് പറഞ്ഞാൽ ആക്ച്വൽ ബോണ്ട് എനർജി മൈനസ് ഹാഫ് ഓഫ് EAA + EBB ആണ്. ഇനി ഈ ആക്ച്വൽ ബോണ്ട് എനർജി എന്ന് പറഞ്ഞാൽ ഇതല്ല ആക്ച്വൽ ബോണ്ട്, EAB മൈനസ് ബാക്കി ഹാഫ് ഓഫ് EAA + EBB. ഓക്കെ, ഇനി അദ്ദേഹം പോളിംഗ് പറഞ്ഞതാണ് പോളിംഗ് സ്റ്റേറ്റ്സ് ദാറ്റ് ദ ഇലക്ട്രോൺ നെഗറ്റിവിറ്റി ഡിഫറൻസ് ബിറ്റ്വീൻ 2 ആറ്റംസ് ഇസ് ഈക്വൽ ടു 0.028. അപ്പോൾ അദ്ദേഹം പറഞ്ഞത് ഇലക്ട്രോൺ നെഗറ്റിവിറ്റി ഡിഫറൻസ് ബിറ്റ്വീൻ രണ്ട് ആറ്റങ്ങൾ തമ്മിലുള്ള ഇലക്ട്രോൺ നെഗറ്റിവിറ്റി ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ 0.028 ആണ്. അവിടുത്തെ യൂണിറ്റ് എന്ന് പറയുന്നത് കിലോ കാലറി പെർ മോൾ ആണ്. ഓക്കെ, അപ്പോൾ ഈ യൂണിറ്റ് പ്രകാരം ഇലക്ട്രോൺ നെഗറ്റിവിറ്റി ഡിഫറൻസ് ഇതാണ് വാല്യൂ. യൂണിറ്റ് മാറുന്നതിനനുസരിച്ച് വാല്യൂസും ഡിഫറെൻ്റ് ആയിട്ട് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ഇനി വേറെ ഒരു ടേം അദ്ദേഹം ഇൻട്രൊഡ്യൂസ് ചെയ്തത് കൈ. ഇതിനെ കൈ എന്നാണ് പ്രൊനൗൺസ് ചെയ്യുന്നത്. കൈ A മൈനസ് കൈ B വിച്ച് ഇസ് ഈക്വൽ ടു, അതെന്ന് പറയുന്നത് എത്രയാണ്? 0.208. അതാണ് ആ ഇലക്ട്രോൺ നെഗറ്റിവിറ്റി ഡിഫറൻസിനെ ഡിനോട്ട് ചെയ്യുന്നത് കൈ A മൈനസ് കൈ B. ഓക്കെ, കൈ A മൈനസ് കൈ B ഇസ് ഈക്വൽ ടു 0.208. ഓക്കെ, അപ്പോൾ ഈ കൈ A എന്ന് പറയുന്നത് എന്താണെന്ന് മനസ്സിലായല്ലോ? ഇലക്ട്രോൺ നെഗറ്റിവിറ്റി ഓഫ് A. കൈ B എന്ന് പറഞ്ഞാൽ ഇലക്ട്രോൺ നെഗറ്റിവിറ്റി ഓഫ് B. ഓക്കെ, അതിനുശേഷം നമ്മൾ ആദ്യം പറഞ്ഞു കിലോ
കാലറി പെർ മോളിലുള്ള വാല്യൂ 0.208 പറഞ്ഞു. ഇനി ഈ ഇലക്ട്രോനെഗറ്റീവ് ഡിഫറൻസിന് യൂണിറ്റ് മാറുന്നതിനനുസരിച്ചുള്ള ഡിഫറെൻറ്റ് യൂണിറ്റിലുള്ള വാല്യൂസ് ഉണ്ട്. അതായത് വേറൊരു വാല്യൂ ആണ് 0.1017, അത് കിലോ ജൂൾ പെർ മോളിലാണ് ഉള്ള വാല്യൂ ആണ്. ഓക്കെ, ഇനിയുണ്ട് വേറെ വാല്യൂസ്. അപ്പോൾ എല്ലാ വാല്യൂസും കൊണ്ട് കേട്ട് കൺഫ്യൂഷൻ ആവണ്ട. യൂണിറ്റ് മാറുന്നതിനനുസരിച്ചുള്ള അദ്ദേഹം പ്രപ്പോസ് ചെയ്ത ഡിഫറെൻറ്റ് വാല്യൂസാണ്. വേറെ ഉള്ളതെന്ന് വെച്ചാൽ 0. ടെക്സ്റ്റിലുണ്ട് കേട്ടോ ഇതെല്ലാം. 0.182 അതിൻ്റെ യൂണിറ്റ് എന്ന് പറഞ്ഞാൽ കിലോ കാലറി പെർ മോൾ. ഓക്കെ, അപ്പോൾ അങ്ങനെ ഡിഫറെൻറ്റ് വാല്യൂസ് അദ്ദേഹം അതിന് സജസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൽ നിന്ന് അദ്ദേഹം കൺക്ലൂഡ് ചെയ്യുന്നത് കൈ എ മൈനസ് കൈ ബി എന്ന് പറയുന്നത് ഇറ്റ്സ് ജസ്റ്റ് ഡിഫറൻസ്, അത് വ്യത്യാസമാണ് ഇലക്ട്രോനെഗറ്റിവിറ്റിയിലുള്ള, അല്ലേ? മൈനസ് ഇട്ട് പറയുമ്പോൾ എപ്പോഴും ഡിഫറൻസ് ആണ് നമുക്കറിയാം. സോ പോളിങ്സ് ഫിക്സ് ദ മോസ്റ്റ് ഇലക്ട്രോനെഗറ്റീവ് എലമെൻറ്റ്. അപ്പോൾ അദ്ദേഹം ഇങ്ങനെ ഡിഫറെൻറ്റ് വാല്യൂസ് വരുന്നത് കൊണ്ട് അദ്ദേഹം എന്തെടുത്തു, ഒരു സ്റ്റാൻഡേർഡ് ആയിട്ട് ഒരു എലമെൻറ്റിനെ എടുത്തു, ഇലക്ട്രോനെഗറ്റീവ് ആയിട്ടുള്ള ഒരു എലമെൻറ്റിനെ എടുത്തു. അത് എടുത്ത ആളാണ് ഫ്ലൂറിനെ എടുത്തു. ഫ്ലൂറിൻ്റെ ഇലക്ട്രോനെഗറ്റിവിറ്റി എന്ന് പറഞ്ഞാൽ 4.00 അല്ലെങ്കിൽ 4 ആണ്. അപ്പോൾ അയാളെ സ്റ്റാൻഡേർഡായിട്ട് നിർത്തിക്കൊണ്ട്, അല്ലെങ്കിൽ അയാളെ റെഫറൻസ് ആയിട്ട് നിർത്തിക്കൊണ്ടാണ് മറ്റ് എലമെൻസിൻ്റെയൊക്കെ വാല്യൂസ് ഇലക്ട്രോനെഗറ്റിവിറ്റി അദ്ദേഹം കാൽക്കുലേറ്റ് ചെയ്തത്. മനസ്സിലായോ? അപ്പോൾ ഇത്രയുമാണ് പോളിങ്ങിൻ്റെ ഇലക്ട്രോനെഗറ്റിവിറ്റിയെക്കുറിച്ച്. ഇനി മുള്ളിക്കൻ്റെത് കുറച്ചേ ഉള്ളൂ, വളരെ കുറച്ചതേ ഉള്ളൂ. മുള്ളിക്കൻസ് അപ്രോച്ച് എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ഒരു കൺസെപ്റ്റ് പ്രകാരം ഇലക്ട്രോനെഗറ്റിവിറ്റി എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദ ആവറേജ് ഓഫ് ദ അയണൈസേഷൻ എനർജി ആൻഡ് ദ ഇലക്ട്രോൺ അഫിനിറ്റി ഓഫ് ആൻ ആറ്റം. അദ്ദേഹം പറയുന്നത് ഇലക്ട്രോനെഗറ്റിവിറ്റി എന്ന് പറയുന്നത് അയണൈസേഷൻ എനർജിയുടെയും ഇലക്ട്രോൺ അഫിനിറ്റിയുടെയും ആവറേജ് ആണ്. അപ്പോൾ അതിന് അദ്ദേഹം ഒരു ഇക്വേഷൻ പ്രപ്പോസ് ചെയ്തു. കൈ is equal to 0.374 ഇൻറ്റു, എനിക്ക് സ്ഥലമില്ലാത്തതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ എഴുതുന്നത്, നിങ്ങളത് വൃത്തിയായിട്ട് തന്നെ എഴുതാം കേട്ടോ, ഇൻറ്റു അയണൈസേഷൻ എനർജി പ്ലസ് ഇലക്ട്രോൺ അഫിനിറ്റി ബൈ 2, ബാക്കി അതിൻ്റെ കൂടെ പ്ലസ് 0.17 ഹോൾ ഡിവൈഡഡ് ബൈ 2. ആ ഇക്വേഷൻ നിങ്ങൾ ടെക്സ്റ്റ് നോക്കുക, പേജ് 2/18 ആ ഇക്വേഷൻ ലാസ്റ്റായിട്ട്. ഓക്കെ, അപ്പോൾ അങ്ങനെ ഒരു ഇക്വേഷൻ പ്രപ്പോസ് ചെയ്തിട്ടുണ്ട്. ആ ഇക്വേഷൻ അങ്ങ് ബൈ ഹാർട്ട് ചെയ്യുക. ഓക്കെ, അയണൈസേഷൻ എനർജിയുടെയും ഇലക്ട്രോൺ അഫിനിറ്റിയുടെയും ഒരു കോമ്പിനേഷൻ ആയിട്ടാണ് ഇലക്ട്രോൺ നെഗറ്റിവിറ്റി അദ്ദേഹം പറഞ്ഞത്, ആവറേജ് ഓഫ് അയണൈസേഷൻ എനർജി ആൻഡ് ഇലക്ട്രോൺ അഫിനിറ്റി ഓഫ് ആൻ ആറ്റം. ഓക്കെ, അപ്പോൾ അതിൽ നിന്ന് നമുക്ക് കൈ ഇലക്ട്രോൺ നെഗറ്റിവിറ്റി കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് സാധിക്കുമെന്നാണ് അദ്ദേഹം പ്രപ്പോസ് ചെയ്തത്. ഓക്കെ, അപ്പോൾ അതാണ് മുള്ളിക്കൻ്റെയും പോളിങ്ങിൻ്റെയും അപ്രോച്ചസ്. അതേ നിങ്ങൾക്ക് സിലബസിലുള്ളൂ, അത് പഠിക്കുക. ഇനി ലാസ്റ്റ് പോർഷൻ വരുന്നത് ഡൈപോൾ മൊമെൻ്റ് ആണ്. ഡൈപോൾ മൊമെൻ്റ് പറയുമ്പോഴത്തേക്ക് രണ്ട് ആറ്റംസ്, ഇപ്പോൾ ഹൈഡ്രജനും ഫ്ലൂറിനും എടുക്കുക, അവർക്ക് എന്തോ ഇലക്ട്രോൺ നെഗറ്റിവിറ്റി ഡിഫറൻസ് ഉണ്ടല്ലേ. അങ്ങനെ അവിടെ ഒരു ഇലക്ട്രോൺ നെഗറ്റിവിറ്റി ഡിഫറൻസ് വരുമ്പോൾ, അല്ലെങ്കിൽ അവിടെ ഒരു ചാർജ് സെപ്പറേഷൻ നടക്കുന്നു, അല്ലേ? നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിലൊക്കെ പറഞ്ഞു, അവിടെ ഒരു ചാർജ് സെപ്പറേഷൻ നടക്കുന്നു. അങ്ങനെ ഉണ്ടാകുന്ന ആ ചാർജ് സെപ്പറേഷനാണ് അവിടെ എന്ത് ക്രിയേറ്റ് ചെയ്യുന്നത്, ഡൈപോൾ മൊമെൻ്റ് ക്രിയേറ്റ് ചെയ്യുന്നത്. എന്താണ്? ഡൈപോൾ മൊമെൻ്റ് അവിടെ ക്രിയേറ്റ് ചെയ്യുന്നു. അതായത് ഒരാൾക്ക് പാർഷ്യൽ നെഗറ്റീവ് ചാർജും ഒരാൾക്ക് പാർഷ്യൽ പോസിറ്റീവ് ചാർജും കിട്ടും. ഇങ്ങനെ ചാർജ് സെപ്പറേഷനാണ് എന്തിന് കാരണമാകുന്നത്, ഡൈപോൾ മൊമെൻ്റ് ക്രിയേഷന് കാരണമാകുന്നത്. ഓക്കെ, അപ്പോൾ 2 എക്സാമ്പിൾ നമുക്ക് നോക്കാം. കാർബൺ ഡൈ ഓക്സൈഡ് റെപ്രസെൻ്റ് ചെയ്യുന്നത് സി ഡബിൾ ബോണ്ടോ. അപ്പോൾ ഇവിടെ ഇയാളെന്ന് പറഞ്ഞാൽ ഇലക്ട്രോൺ നെഗറ്റീവാണ്, ഇയാൾ ഇലക്ട്രോൺ നെഗറ്റീവാണ്. അപ്പോൾ ഈ ഓക്സിജൻ ഉണ്ടാക്കുന്ന ഡൈപോൾ മൊമെൻ്റ് എന്ന് പറഞ്ഞാൽ ഈ ഡയറക്ഷനിലായിരിക്കും. കാരണം ഈ കാർബണിലുള്ള ഇലക്ട്രോൺസിനെ ഇലക്ട്രോൺ നെഗറ്റീവായിട്ടുള്ള ഓക്സിജൻ ഇങ്ങോട്ട് വലിക്കും. ഇനി ഈ കാർബണിലുള്ള ഇലക്ട്രോൺസിനെ ഈ ഓക്സിജൻ ഇങ്ങോട്ട് വലിക്കും. സോ രണ്ടും എന്താണ്? രണ്ടും ഓപ്പോസിറ്റ് ഡയറക്ഷനാണ്, ഈക്വലാണ്. അവിടെ ഓക്സിജൻ, ഇവിടെ ഓക്സിജൻ, ഡബിൾ ബോണ്ടിന് അപ്പുറവും ഇപ്പുറവുമാണ്. സോ ഈക്വലാണ്, ഓപ്പോസിറ്റ് ആണ്. ഈക്വൽ ഇൻ ഡയറക്ഷൻ, ഈക്വൽ ആണ് മാഗ്നിറ്റ്യൂഡിൽ, അളവിൽ ഈക്വൽ ആണ്, പക്ഷേ ഡയറക്ഷനിൽ എങ്ങനെയാണ്? ഓപ്പോസിറ്റ്, ഒന്ന് അങ്ങോട്ടും ഒന്ന് ഇങ്ങോട്ടും, ഒന്ന് ലെഫ്റ്റും ഒന്ന് റൈറ്റുമാണ്. സോ അതുകൊണ്ട് ഇത് രണ്ടും എന്തായും ക്യാൻസൽ ചെയ്ത് പോയി കഴിഞ്ഞാൽ നെറ്റ് ഡൈപോൾ എന്ന് പറയുന്നത് എത്രയായിരിക്കും? 0 ആയിരിക്കും. ആരുടെ കേസിൽ? CO2ൻ്റെ കേസിൽ. കാരണം ഡൈപോൾ മൊമെൻ്റ് കോൺട്രിബ്യൂട്ടഡ് ബൈ 2 ഓക്സിജൻ ആറ്റം ഇസ് ക്യാൻസൽ ഔട്ട്. They are in equal in magnitude but opposite in direction. ഓക്കെ,
ഇനി അടുത്തത് വാട്ടർ മോളിക്യൂൾസിൻ്റെ കേസ് പറയാം. ഒരു ഫിഗർ തന്നിട്ടുണ്ട് ഞാൻ. അപ്പോൾ വാട്ടർ മോളിക്യൂളിൻ്റെ കേസ് നോക്കുമ്പോഴത്തേക്ക് ഈ ഓക്സിജൻ എന്ന് പറഞ്ഞാൽ ഇലക്ട്രോൺ നെഗറ്റീവാണ്. സോ ഈ ഹൈഡ്രജനിലുള്ള ഇലക്ട്രോൺസിനെ ഇങ്ങോട്ടേക്ക് വലിക്കും, ഈ ഹൈഡ്രജനുള്ള ഇലക്ട്രോണെ ഇങ്ങോട്ടും വലിക്കും. ബാക്കി നെറ്റ്, അപ്പോൾ രണ്ടുപേരും എങ്ങോട്ടാണ് പോകുന്നത്? രണ്ടുപേരും മുകളിലേക്കാണ് പോകുന്നത്. ഇയാൾ ഇങ്ങോട്ട് പോകുന്നത്. ഒന്നുകൂടെ കാണിക്കാം. ഈ ഹൈഡ്രജനുള്ള ഇലക്ട്രോണിനെ ഓക്സിജൻ അങ്ങോട്ട് വലിക്കും, ഈ ഹൈഡ്രജനിൽ നിന്നും ഓക്സിജൻ അങ്ങോട്ട് ഇലക്ട്രോണെ വലിക്കും. അപ്പോൾ രണ്ടിൻ്റെ ഡയറക്ഷൻ എങ്ങനെയാണ്? മുകളിലേക്കാണ് അല്ലേ? അപ്പോൾ നെറ്റ് ഡൈപോൾ എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ്? മുകളിലേക്കാണ്. അപ്പോൾ ഇതെല്ലാം കൂടെ മുകളിലേക്ക് പോകാമെന്ന് അർത്ഥം. ഇതെല്ലാം കൂടെ എന്ത് ചെയ്യുക? ആഡ് ചെയ്യുക എന്നർത്ഥം. അപ്പോൾ ആഡ് ചെയ്യുമ്പോഴത്തേക്ക് ടോട്ടൽ ഡൈപോൾ എന്ന് പറഞ്ഞാൽ ഏകദേശം 1.84 D കിട്ടും. D/, ആണ് കേട്ടോ യൂണിറ്റ്. അപ്പോൾ അത്രയും കിട്ടും. അപ്പോൾ നെറ്റ് ഡൈപോൾ വാട്ടർ മോളിക്യൂൾ ഉണ്ടെന്ന് പറയാം. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾക്ക് പഠിക്കാനുള്ളത്. സോ ലാസ്റ്റ് ക്ലാസ്സാണ്, നമ്മുടെ പോർഷൻസ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നന്നായിട്ട് റിവിഷൻ ചെയ്യുക. ഓക്കെ, താങ്ക് യു.